അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഉമ്മ ഇന്നലെ മണ്ണാർക്കാട് നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഉമ്മയും ഇപ്പിയും വന്നിട്ടുണ്ട്. അപ്പം ഇനി കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവും എല്ലാവരും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മളെപ്പോഴും ഡേമേ ലൈഫും ഒക്കെ എല്ലാം എടുക്കുക. അപ്പം ഞാനും ഉമ്മയും പാടെ ഇന്നൊരു ചെറിയൊരു സ്ക്രിപ്റ്റ് എന്നൊക്കെ നാടകം എന്നൊക്കെ പറയാം അല്ലേ. അപ്പോൾ രണ്ടാൾക്കും അഭിനയിക്കാനൊന്നും അറിയില്ല. എന്തായാലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് പറഞ്ഞിട്ടാണ് അല്ലേ. എന്തെങ്കിലും അഭിപ്രായം? നല്ല അഭിപ്രായം അല്ല, എങ്ങനെ ഉണ്ടാവും എടുത്താൽ? തെറ്റാവും. അപ്പോൾ എന്താണ്, ഞങ്ങൾക്ക് കഥയൊന്നും ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇപ്പോൾ സമൂഹത്തിൽ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ ഉള്ള ഒരു ചെറിയൊരു ആയിട്ടുള്ളൊരു കണ്ടൻറ്റാണ്. അപ്പോൾ പലയിടത്തും ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ഒരു അനുഭവങ്ങൾ എന്നൊക്കെ വെച്ചോളൂ നിങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് അഭിനയം അത്ര വശമില്ല, എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാം. ചെറിയൊരു നാടകം പോലെ കേട്ടോ, സ്ക്രിപ്റ്റ് പോലെ. അപ്പോൾ നിങ്ങളൊക്കെ ഫുൾ സപ്പോർട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. പക്ഷേ ഇതിൽ എന്താ പറയുക, ഒരു നോർമലായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. എന്താ പറയുക, മ്യൂസിക് അങ്ങനെയുള്ളതൊന്നും ഞാൻ ആഡ് ചെയ്യണില്ല. നമ്മുടെ നോർമൽ ജീവിതം എങ്ങനെയാണോ അതുപോലെ കേട്ടോ ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ അമ്മമാരുടെ അഭിനയം എങ്ങനെ ഉണ്ട് നമുക്കൊന്ന് നോക്കാം അല്ലേ. അഭിനയിക്കാനൊന്നും ഞങ്ങൾക്ക് അറിയില്ല, എന്നാലും ഒന്ന് ശ്രമിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ. എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. ലച്ചുകുട്ടി, അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക പറ. ലൈക്ക് ചെയ്യുക. ശരി, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇക്ക എവിടെയാണാവോ, ഒന്ന് വിളിച്ച് നോക്കായിരുന്നു അല്ലേ. ഒന്ന് വിളിക്കട്ടെ. ഹലോ, ഇക്ക എവിടെ? പുറത്താ? ഓട്ടം പോയിക്കാ? ദൂരത്തേക്കാ? അടുത്താ? അപ്പോൾ വരുമോ? വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ട് അത്ര. ഇപ്പോൾ എത്തുന്നാ പറയുന്നത്. അതപ്പം നിങ്ങൾ പോയി വിളിച്ചിട്ട് വരുമോ അതോ തനിയെ വരുമോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാണ്. ബസ് കയറ്റി വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇനിയിപ്പോൾ വന്ന് ശല്യ അവൾക്ക് മതിയായപ്പോൾ ഇങ്ങോട്ട് ആട്ടി വിട്ടിട്ടുണ്ടാവും. വന്നെന്നാണ് തോന്നണത്. വാതിൽ കൊട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഞാൻ വാതിൽ കുറ്റിയിട്ടിരിക്കുകയാണ്. അപ്പോൾ വന്നിട്ടുണ്ട്. ഞാൻ പോയി വാതിൽ തുറക്കട്ടെ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ വാതിൽ അടച്ചിരിക്കുകയാണ്, എന്തെങ്കിലും വരും എന്ന് വിചാരിച്ചിട്ടേ. ഉമ്മ വന്നു മോളെ. വരും. എന്താണ് വല്ലാണ്ട് ക്ഷീണിച്ചല്ലോ? വയ്യ. ബസ്സിലാ വന്ന്? ബസ്സിൽ. ശരി, എന്നാ ഇരിക്കും. എനിക്ക് ചായ വേണം. വന്ന് കയറിയില്ല അപ്പത്തിനും ചായ. എനിക്ക് പണിയുണ്ട്, നിങ്ങൾ തന്നെ ഇട്ട് കുടിച്ചോളി. ചൂടെടുത്തിട്ട് വയ്യ എനിക്ക്. ഒരു ഗ്ലാസ് ചായ തരുമോ? തല വേദനിച്ചിട്ട് വയ്യ. അവളാണെങ്കിൽ വെച്ചൊന്നും തരുന്നില്ല. ഞാൻ എന്നെ ഇട്ട് കുടിക്കേണ്ടി തരുക ആണെങ്കിൽ എന്ത് പണി ഇവിടെ? ചായ വെച്ചൊന്നുകൂടെ എനിക്ക്. ഞാനെന്നെ പോട്ടെ അടുക്കളയിൽ. എടുത്ത് വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിനൊരു സ്വൈരുണ്ടാവില്ല. 24 മണിക്കൂറും ചായ 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 പറഞ്ഞിട്ട് ഞാൻ ചായപ്പൊടി കുറച്ച് മാറ്റി വെക്കണം. ചായപ്പൊടി തോനുണ്ടെങ്കിൽ ഇതൊക്കെ വെച്ച് തീർക്കും. ചായ കുടിക്കും. 24 മണിക്കൂറും ചായ വെച്ച് കൊടുക്കും. വേഗം മാറ്റി വെക്കും. ഒന്നും ഇല്ലല്ലോ ചായപ്പൊടി. ഇനി എവിടെ എത്തില്ല ചായ ഒന്നുമില്ല. അവനുണ്ട് എനിക്ക്. പിന്നെ അവിടെ എന്താ മല്ലിപ്പൊടിയും മുളകുപൊടിയും ചായപ്പൊടിയില്ല. ഇനി ഇത്തിരി വെള്ളം കുടിക്കാൻ എന്താ ചെയ്യുക? മോളെ, ഈ ചായപ്പൊടി എവിടെയാണ് ഒന്ന് പറഞ്ഞു കേട്ടില്ല. ഒരു തുള്ളി വെള്ളം കുടിച്ചാനാ. എന്താ ചെയ്യുന്നത്? ഇവിടെ എവിടെയും കാണാനല്ല ചായപ്പൊടി. എങ്ങനെ ഞാൻ ചായ വെക്കുക?
ആ അതൊക്കെ കഷ്ടം. ഒരു കുടിയാണിത്, ആ ചായപ്പൊടി അതെന്നെ കണ്ട് തോൽപ്പിച്ച് വെച്ചതാണ്. ചായപ്പൊടി കഴിഞ്ഞിക്കണെന്ന് തോന്നണു. ഇനിക്ക കൊണ്ടുവന്നിട്ട് വേണം. ഇനിക്ക വന്നിട്ട് ചായ കുടിക്കാം നിങ്ങൾക്ക്. പച്ചവെള്ളം കുടിക്കാം. ഇതന്നെ ആദരവ്. സൗണ്ട് കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ അപ്പുറത്തല്ലേ ഇരിക്കണ, എനിക്ക് കേൾക്കാലോ. ഞാൻ അതാ വേഗം ഒരു ഗ്ലാസ് ചായ എടുത്തിട്ട് വന്നത്. അപ്പൊ ഞാൻ ചൂടോടെ ഇത്തിരി ചായ വെച്ചിട്ട് കൊണ്ടുവന്നതാണ്. ഓളം ജെസപ്പി എന്തിയെ ഓളവിടെ ഉണ്ട്, ഞങ്ങള് കുടിച്ചോളൂ ചായ. നിങ്ങളുടെ സൗണ്ട് ഞാൻ അടുക്കളയിൽ നിന്ന് കേട്ടേ, അത് വന്നത് ഞാൻ അതാ വേഗം ഒരു ഗ്ലാസ് ചായ കൊടുത്താൽ മതി. ഇനി കുറച്ച് ദിവസം കൂടെ ഇരിക്കും. അതാ പോവോ ഞങ്ങള്? പോകും. എൻ്റെ മോളുടെ അടുത്താണെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയിട്ടുണ്ടാവും എനിക്ക്. ഇവിടെ ഇരുന്നിട്ട് എന്താണ് എന്താ ചെയ്യുക? ഒരു കാര്യമില്ല. എൻ്റെ മോളാണെങ്കിൽ ഇപ്പോൾ ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം തന്നിട്ടുണ്ടാവും. ഇവിടെ മരുമോളിലേക്ക് വന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കൂടിയും തരാൻ, ചായപ്പൊടിയും കാണാനില്ല, ഒന്നും കാണാനില്ല. തെരഞ്ഞു പിടിച്ചിട്ട് തൊട്ട ഒടിയത്ത താത്തേനൊക്കെ ഒരു ഗ്ലാസ്, തൊട്ട ഒടിയത്ത താത്തേന് ഒരു ഗ്ലാസ് ചായൻ്റെ വെള്ളം കൊടുത്ത് തന്നത്. അത് കുടിച്ചിട്ട് ഇരിക്കുക ഞാൻ. ഓളത്ര സ്നേഹം കൂടില്ല എൻ്റെ മരുമോൾക്ക്. പറയുന്നുള്ളൂ. നമ്മുടെ വീടേ പോയി.